അപ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ വികസന സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുക എന്ന രീതിയിൽ പണി കഴിപ്പിച്ച KSRTC ബസ് ടെർമിനൽ ഏതാണ്ട് 75 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വലിയ പ്രതീക്ഷകളായിരുന്നു. പക്ഷേ ഈ പദ്ധതി പൂർത്തിയായതിനു ശേഷം തന്നെ ഈ കെട്ടിടത്തിന്റെ ബലക്ഷയം ഉൾപ്പെടെ ഉള്ള വാർത്തകൾ പുറത്തു വന്നു. അത് വലിയ ചർച്ചയായി, വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഈ കെട്ടിടത്തിലൂടെ ലക്ഷ്യമിട്ടത്, ഈ ബസ് ടെർമിനൽ നിർമ്മിക്കുന്നതിലൂടെ ലക്ഷ്യമിട്ടത്, അതിനുശേഷം എന്തുണ്ടായി എന്ന പഴയ ചിത്രം ഒന്ന് കാണാം. നഗരത്തിന്റെ കണ്ണായ മാവൂർ റോഡിലാണ് KSRTC ബസ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. 75 കോടി രൂപ ചിലവഴിച്ചുള്ള ടെർമിനലിന്റെ നിർമ്മാണം 2015 പൂർത്തിയായി. എന്നാൽ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തന്നെ കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നു. മദ്രാസ് IIT സ്ട്രക്ചറൽ വിഭാഗം നടത്തിയ പരിശോധനയിൽ സാരമായ തകരാറുകളാണ് കെട്ടിടത്തിനുള്ളത്. 90% തൂണുകളും 80% സ്ലാബുകളും ബലപ്പെടുത്തണം. ഓരോ തൂണിലെയും വിള്ളലുകൾ അടയ്ക്കണം. സിമന്റും നിശ്ചിത മിശ്രിതങ്ങളും ചേർത്ത് തൂണിനുള്ളിലേക്ക് നിറയ്ക്കേണ്ടി വരും. കെട്ടിടത്തിന്റെ അരികിലുള്ള ഭാഗത്തിന് ബലമില്ലാത്തത് തൂണുകളെ ബാധിച്ചിട്ടുണ്ടാകുമെന്നും വിലയിരുത്തി. 18 മുതൽ 20 മീറ്റർ വരെ താഴ്ച പൈലിങ്ങിനുണ്ട്. ബലപ്പെടുത്തുമ്പോൾ പൈലിങ്ങിന് അത് താങ്ങാൻ ശേഷിയുണ്ടാവില്ലെന്നും കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ അടിമുടിയുള്ള ബലപ്പെടുത്തലിൽ നിർമ്മാണത്തിന് ചിലവായതിന്റെ പകുതിയോളം പണം വേണ്ടിവരുമെന്നായിരുന്നു കണക്കുകൾ. അപ്പോൾ മാസങ്ങൾ നീണ്ട വലിയ വിവാദവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നീട് മദ്രാസ് IIT മാസങ്ങൾ നീണ്ട പഠനം നടത്തുന്നു. അതിനുശേഷം അവർ റിപ്പോർട്ട് നൽകുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് നൽകിയിട്ട് 4.5 വർഷം പിന്നിടുകയാണ്. ഒരു മാറ്റവും ആ കെട്ടിടത്തിനില്ല. അത് ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. 75 കോടി രൂപ ചെലവാക്കിയ നിർമ്മിതിയാണ് എന്ന് ഓർക്കണം. അപ്പോൾ ആ പണം അനാഥമായി പോകുന്നു. മറ്റ് അസൗകര്യങ്ങളിലും പരിമിതികളിലും ഒക്കെ ജീവനക്കാരും യാത്രക്കാരും ഒക്കെ ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാർ നടത്തുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് ഈ 75 കോടി വെള്ളത്തിൽ വരച്ച വരയായി മാറിയതിന്റെ പിന്നാമ്പുറ കഥകൾ കാണും. യാത്രയേക്കാൾ സാഹസമാണ് ടെർമിനലിലേക്കുള്ള ബസ്സുകളുടെ പോക്കും വരവും. ഇരുവശത്തും തട്ടാതെ പുറത്തേക്കിറങ്ങിയാൽ ഭാഗ്യമെന്ന് കരുതാം. തൂണുകൾക്കിടയിലുള്ള ഞാണിന്മേൽ കളിയിൽ കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും നിരവധി ബസ്സുകൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത്. ബസ് ബേയിൽ പാർക്ക് ചെയ്ത ശേഷം സുരക്ഷിതമായി പുറത്തിറക്കണമെങ്കിൽ ഡ്രൈവർമാരുടെ അസാമാന്യ വൈദഗ്ധ്യത്തിനൊപ്പം ഭാഗ്യവും വേണമെന്നതാണ് അവസ്ഥ. പട്ടാപ്പകലും ഇരുട്ടിലാണ് ബസ് ടെർമിനൽ. നിർമ്മാണത്തിലെ അപാകത മൂലം പകൽ വെളിച്ചം സ്റ്റാൻഡിനുള്ളിലേക്ക് കടന്നു വരുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് വൈദ്യുതി ചാർജ് ഇനത്തിൽ മാത്രം KSRTCക്ക് ഇതിലൂടെ നഷ്ടമാകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടെർമിനൽ നിന്ന് കൊട്ടിഘോഷിച്ചെങ്കിലും സ്റ്റാൻഡിലെത്തുന്ന പകുതി ബസ്സുകൾക്ക് പോലും നിർത്തിയിടാനുള്ള സ്ഥലം ടെർമിനലില്ല. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും പരിമിതം. താഴത്തെ നില മുഴുവൻ പാർക്കിങ്ങിനായി മാറ്റിയിരിക്കുകയാണ്. മേൽക്കൂരകളിൽ നിന്നും വെള്ളം ചോർന്നിറങ്ങി മുഴുവൻ സമയവും ഇവിടെ വെള്ളക്കെട്ടാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കെതിരെ വിദഗ്ധരുടെ നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടും ബലപ്പെടുത്തൽ എന്നാരംഭിക്കും എന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തതയില്ല. കെട്ടിടത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും KTDFCക്കെന്നാണ് KSRTC അധികൃതരുടെ മറുപടി. KTDFC അധികൃതരോട് ചോദിച്ചാൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണെന്ന് പറഞ്ഞൊഴിയും. കെട്ടിടം ബലപ്പെടുത്തുന്ന ബാധ്യത തങ്ങൾ ഏറ്റെടുക്കില്ലെന്നും അത് KTDFC ചെയ്തു തരണമെന്നുമാണ് കെട്ടിട സമുച്ചയ പാട്ടത്തിനെടുത്ത കരാറുകാരന്റെ വാദം. എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബലപ്പെടുത്തൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. എത്ര കാരണം വിലപിടിപ്പിട്ടിട്ട് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ബിൽഡിങ് നമ്മൾ ഖജനാവ് കാലിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ ബിൽഡിങ് ഇങ്ങനെ ഇതാക്കിയത്. അപ്പോൾ അത് ബിൽഡിങ് പോലെ അതിനുള്ള സൗകര്യം ചെയ്തോട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഫണ്ട് വരുത്തിക്കണോ? എല്ലാ ജനങ്ങളെ പിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം കറണ്ട് ബില്ലായിട്ടും മറ്റേ ബില്ലായിട്ടും നമ്മളെ ജനങ്ങൾ പിയാണ്. നഷ്ടമില്ലാതെ നന്നവിടൊന്നും ഞാൻ കാണില്ല. കുറേ ബിൽഡിങ്ങുകളുണ്ട് ഇതിൽ കുറേ ബിൽഡിംഗ്. ഇതിൽ ആകെ ഇതിലൊരു ഹോട്ടലോ അതിന്റെ മുകളിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആ 2 കാര്യമായിട്ട് അതിന്റെ മുകളിലുള്ളൂ. ബിൽഡിംഗ് കാരനിക്കാണ് 5-6 നില ഇട്ടേണ്ടത്. അതൊക്കെ വെറുതെ ശൂന്യമായിട്ട് വെറുതെ കിടക്കുക. കെട്ടിടം ഔദ്യോഗികമായി കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് KTDFC പറയുന്നതെങ്കിലും പാർക്കിംഗ് ഏരിയ, ശുചിമുറി എന്നിവിടങ്ങളിൽ നിന്നും വാടക ഈടാക്കുന്നതും 1-ാം നിലയിൽ കടകൾ നടത്തുന്നതും സ്വകാര്യ കരാറുകാരനാണ്.
കെട്ടിടം വാടകയ്ക്കെടുത്ത് 6 മാസത്തിന് ശേഷം KDDFCക്ക് വാടകയുടെ വിഹിതം നൽകണമെന്നായിരുന്നു ധാരണ. എന്നാൽ ടെർമിനലിൽ നിന്ന് വിവിധ തരത്തിലുള്ള വാടക ഏർപ്പെടുന്ന കരാറുകാരൻ അതിന്റെ വിഹിതം KSRTCക്ക് നൽകുന്നുമില്ല. ബസ് ടെർമിനൽ നിർമ്മാണത്തിന് ചെലവായത് 70 കോടി രൂപ. കെട്ടിടം ബലപ്പെടുത്തണമെങ്കിൽ ഇനി 30 കോടി കൂടി ചെലവിടണം. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ പൂർണ്ണതോതിൽ ഇനി പ്രവർത്തനക്ഷമമാവാൻ വർഷങ്ങൾ തന്നെ വേണ്ടിവരും. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ബസ് ടെർമിനൽ എന്ന് നമുക്ക് പറയാം. ഇത് കാസർഗോഡിന്റെ മാത്രം അവസ്ഥയൊന്നുമല്ല, തിരുവനന്തപുരത്തുമൊക്കെ സമാനമായ നിലയുണ്ട്. വലിയ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാകുന്നത് ആർക്കും ഉപയോഗമില്ലാതെ കുറേയധികം പണം ചെലവഴിക്കാൻ, ആരുടെയൊക്കെയോ കീശ നിറയ്ക്കാൻ വേണ്ടി ഓരോ പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പാക്കുന്നതിൻ്റെ കെടുതികളാണ് മനുഷ്യർ അനുഭവിക്കുന്നത്. അപ്പോൾ 75 കോടി രൂപ ചെലവാക്കിയിട്ട് അത് ഫലവത്തായില്ല. മാത്രവുമല്ല, അതിൻ്റെ തുടർ നടപടികൾ പോലും തടസ്സപ്പെട്ടിരിക്കുന്ന നിർണായകമായ ഒരു സാഹചര്യം. അതാണ് MS അനീഷ് കുമാർ ഇവിടെ തുറന്നു കാട്ടുന്നത്.